ഇപ്പോൾ സ്കൂളൊക്കെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറക്കാറായി. ആദൂട്ടനും ഞാനും ഇന്ന് ആദൂട്ടന് എത്രാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്? 1ലേക്ക്. ആദൂട്ടന് 1ലേക്കായി. ആദൂട്ടന് വാങ്ങിയ ബുക്കും ബാഗും കുടയും എന്താ പിന്നെ ബുക്കും ബാഗും ടിഫിൻ ബോക്സും ഒക്കെ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് നമുക്ക് കാണിച്ചിട്ടാ. എല്ലാരും നോക്കണേ. സന്തോഷമായിട്ടുണ്ടെങ്കിൽ ഇത് ചാലോടുന്ന് കിട്ടും. കമന്റ് ചെയ്യണേ. ചാലോടുന്നു ഇടയിലും കിട്ടും. നമ്മൾ വാങ്ങിയത് ചാലോടുന്നാണ്. നമ്മുടെ സ്ഥലം എവിടെയാണ്? ഇപ്പൊ കടയിൽ പോയി വാങ്ങിയത് അവിടെ നിന്നാണ്. സ്ഥലം നമ്മള് ടവർ സ്റ്റോപ്പ് ചാലോട്. ഓക്കെ അതൊക്കെ എന്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദൂട്ടന് വാങ്ങിയ ബുക്സ് എന്താ പറയുക 1ാം ക്ലാസ്സിലൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. UKG ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ആദൂട്ടന് 1ാം ക്ലാസ്സിലേക്കായി. കുറച്ച് വലിയ കുട്ടികളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദൂട്ടിൻ്റെ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് കാണിക്കാം. എന്റെ കൊറേ സാധനങ്ങൾ കണ്ട. ബാഗ് പൊയിൽ വെച്ചിട്ടോ പുതിയതാണ്. അത് ഓപ്പൺ ചെയ്ത് കാണിക്കാതോ. ആദൂട്ടിന് സ്കൂബിയുടെ തന്നെ ബാഗ് വേണമെന്നിട്ട് സ്കൂബിയുടെ തന്നെ ബാഗാണ് വാങ്ങിക്കൊടുത്തേ. സ്കൂബിയുടെയാണ്. ഡിസ്നിയുടെ സ്കൂബിയുടെ തന്നെ ബാഗ്. തുറന്നു നോക്കുമോനെ, ഓരോ ഇതായിട്ട് തുറന്നു നോക്കാം. ഇതിനകത്തൊന്നുമില്ല, പക്ഷേ ഇതിനകത്ത് ബുക്സ് വെക്കും, പെൻസില്, പിന്നെ ഇതിനകത്ത് ടിഫിൻ ബോക്സ്. അടുത്തത് ആദൂട്ടിൻ്റെ ടിഫിൻ ബോക്സ് ആണ്. ആദൂടെ ടിഫിൻ ബോക്സ് എടുക്ക. ടിഫിൻ ബോക്സ് ആണ്. കണ്ടോ, ഇതിൻ്റെ അകത്ത് കുറേ മാത്സ് ഉണ്ട് കേട്ടോ. ഇത് കറി വെക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മള് ദോശയിൽ വിടുന്ന. ഇത് കറി വെക്കുന്ന സാധനം കേട്ടോ. ഉള്ളിൽ നല്ല പൂട്ടോ. ഇതാണ് കേട്ടോ ഉള്ളു. ഇത് കറി വെക്കാനും ആണ്, പക്ഷെ ഇത് ബോഡിയിലാക്കാണ്. പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഇതാണ് ആദൂട്ടൻ്റെ ടിഫിൻ ബോക്സ്. ആദൂട്ടിന് വാങ്ങിയ ടിഫിൻ ബോക്സ് ആണിത്. രാവിലത്തെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകും. ഉച്ചഭക്ഷണമൊക്കെ അവരുടെ സ്കൂളിലുണ്ട്. അതുകൊണ്ട് ചെറിയ സ്നാക്സ് ബോക്സ്. സ്നാക്സ് അല്ല, ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു ബോക്സ്. ഇതാണ് എൻ്റെ പെൻസിലുകൾ. ഇപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. ഇതാണ് എൻ്റെ അച്ഛൻ വാങ്ങിയത്. അപ്പോൾ ഇതെല്ലാം ആദൂട്ടന് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന സാധനമായത്. ഓരോ ദിവസവും ഓരോന്നും കളഞ്ഞിട്ടാണ് വരിക. അതിൻ്റെ ഉള്ളിൽ ഷാർപ്പറും ഉണ്ട്, റൈസറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്. 2 ബോക്സ് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അതാണ്. കച്ചറി ഉള്ളില്ല കേട്ടോ. അപ്പോൾ ഇത്രയും പെൻസിലുകളുണ്ട്. അതേപോലെ ഇത്രയും 7 ബുക്കും 7 നോട്ടും ഉണ്ട്. ഇത്രയും പെൻസിലുകളുണ്ട്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞ ഒരാഴ്ച അത്രേ എത്തും. കഴിഞ്ഞ വർഷം എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? അതോ ഓരോ ദിവസം എല്ലാ കുട്ടികളും കളഞ്ഞ് പഠിക്കും. അതെ, എല്ലാ കുട്ടികളും പെൻസിലും റബ്ബറും പിന്നെ കട്ടറും ഒക്കെ കളഞ്ഞിട്ടാണ് പഠിക്കുക അല്ലേ? ഓരോന്ന് സ്കൂളിൽ കൊണ്ടുപോയി ചാടും. എന്നിട്ട് വൈകിട്ട് വന്നിട്ട് പെൻസിലില്ല, ഇവൻ്റെ ബാഗിലായിപ്പോയി കളഞ്ഞു പോയി എന്ന് പറയും. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇത്രയും പെൻസിലൊന്നും ഞങ്ങൾ പഠിക്കുമ്പോൾ കൊടുത്തേക്കില്ല. ഞാൻ ആദ്യമൊക്കെ കരുതിയത് പകുതിയാക്കിയിട്ട് കൊടുക്കാമെന്നാ. പിന്നെ വിചാരിച്ചു പാവല്ലേ, ഒന്നല്ലേ ഉള്ളൂന്ന്. അടുത്തത് നമുക്ക് ആദൂട്ടിൻ്റെ അമ്പർല കാണിക്കാം. ഓക്കെ, അതൊട്ട് അമ്പർല തുറന്ന് കാണിച്ച്. ഇതാണ് ആദൂട്ടിൻ്റെ അമ്പർല. ഇതെല്ലാണ് അമ്പർല. കളിപ്പാട്ടം ഇതിലോ, കാറ്, ബസ്, ഇതിലാണ് കളിപ്പാട്ടം. കണ്ടോ? അടുത്തതുണ്ട് എൻ്റെ നോട്ട്ബുക്ക്
ബുക്കുണ്ട്. ഇതാണ് ആദൂട്ടൻ്റെ ബോക്സ്. ഒരു കാറിൻ്റെ ഷേപ്പുള്ള ബോക്സ്. 4 ടയർ ഉണ്ടായിരുന്നു. ഒരു ടയർ പൊട്ടി. ഇതിങ്ങനെ ഷൂട്ട് കേസ് പോലെ വലിച്ച് പോകാൻ പറ്റും. ഇതവനൊരു ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാണ്. നല്ല ഭംഗിയുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ താണ്ടോന്ന് ഓപ്പൺ. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാകുമ്പോൾ എന്താ പറയുക എടുത്ത് വെക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ ആവശ്യം സ്കൂൾ തുറക്കുന്ന അന്നേ ഉണ്ടാകൂ. പിന്നെ എല്ലാം പെൻസിൽ ഉണ്ടാവില്ല, റബ്ബർ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ ബാഗിൽ ഒരു കണ്ണിയിലുണ്ടാകും. പിന്നെ ആദൂട്ടിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. അങ്ങനെ ആദൂട്ടെ ഒരുപാട് വിഷയം എന്താ പറയുക, LKG UKG 2 ടെക്സ്റ്റ് ബുക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതിലായിരുന്നു അവരുടെ 3-4 വിഷയം ഒരു ടെക്സ്റ്റ് ബുക്കിലായിരുന്നു. ഇപ്രാവശ്യം പക്ഷേ 7 ബുക്ക് ഉണ്ട്. മലയാളം, ഇംഗ്ലീഷ്, പിന്നെ മാത്സ്, പിന്നെ കുറേ കളിപ്പെട്ടി. ഇതിൽ കൂടുതലും ഇതാണ് കമ്പ്യൂട്ടർ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ 10 അല്ല ഒരു 6 പഠിക്കുമ്പോഴൊക്കെ ആയിരുന്നു ഞാൻ പഠിക്കുമ്പോൾ കമ്പ്യൂട്ടർ പഠിച്ചു തുടങ്ങിയത്. കുഞ്ഞെഴുത്ത് എന്ന് പറഞ്ഞൊരു ബുക്ക്. ഇതുവരെ ക്ലാസ്സിലെ ആക്ടിവിറ്റി ആയിരിക്കും. പിന്നെ ഒന്ന് ഗണിത മിഠായി, മാത്സ്. എനിക്ക് പണ്ട് തൊട്ടേ മാത്സിനോട് അത്ര താല്പര്യമില്ല. പക്ഷേ ആദൂട്ടിനോട് അതിഷ്ടമാണ്, മാത്സ് ഇഷ്ടമാണ്, നല്ല കുഴപ്പമൊന്നുമില്ല അവനെ. പിന്നെ കേരള പാഠാവലി, ഒരു മലയാളം ടെക്സ്റ്റ്. ഇതൊക്കെ ഞാൻ ബുക്ക് കിട്ടിയ ദിവസം തന്നെ പൊതിയിട്ട് വെച്ചു. ഭയങ്കര ഇഷ്ടമാണ് ഇവരെ ബുക്കൊക്കെ റാപ്പ് ചെയ്ത് കൊടുക്കാൻ. ഇതും കുറച്ച് ദിവസം ഉണ്ടാകുമോ, അധിക ദിവസമൊന്നും ഉണ്ടാവില്ല. ആദ്യത്തെ ദിവസം ഇവനീ അടിച്ച് വെക്കുന്ന സ്റ്റാപ്ലറൊക്കെ പഠിക്കും. രണ്ടാമത്തെ ദിവസം ഇങ്ങനെ മെല്ലെ മെല്ലെ തുണി അഴിച്ച് വരും. അങ്ങനെ ഇത് ഇംഗ്ലീഷ് ടെസ്റ്റ്. ഇത് അത്യാവശ്യം ആദൂട്ടിനടുത്ത് വായിച്ച് നോക്കുന്നുണ്ടോ. ഇംഗ്ലീഷ് കുറച്ച് ഇഷ്ടമാണ് അവന്. പിന്നെ അടുത്ത ബുക്ക് ഗണിതം. ഇതിങ്ങനെ ഇവർക്ക് ഭൂരിഭാഗവും ഇങ്ങനെ കളർ കൊടുക്കേണ്ട ടൈപ്പ് ബുക്കുകളാണ്. ക്രയോൺസ് ഇപ്രാവശ്യം ഒരുപാട് വേണ്ടി വരും. ഒരുപാട് ഈ ടെസ്റ്റ് മുഴുവനും വേറൊരു ടെസ്റ്റൊക്കെ കളർ കൊടുക്കാനുള്ളതാണ്. ഇനി അടുത്തുള്ളത് പുതുതായിട്ട് അത് പഠിക്കുന്ന വിഷയമാണ് സംസ്കൃത ബുക്കാണിത്. ഞാൻ സംസ്കൃതം പഠിച്ചു തുടങ്ങിയത് 5-6 തൊട്ടാണ്. പക്ഷെ ഇവരിതാ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടേ പഠിക്കാൻ തുടങ്ങി. ഇഷ്ടമായിരുന്നു, പക്ഷെ എനിക്കത്ര ഇഷ്ടമല്ലായിരുന്നു സംസ്കൃതം. പക്ഷെ ഇവൻ പഠിക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി എന്താകും എന്നുള്ളത്. ടെസ്റ്റിനൊക്കെ ഞാൻ ഇങ്ങനത്തെ പൊടിയാണ് റാപ്പ് ചെയ്തത്. നോട്ടിനൊക്കെ ഞാൻ വേറെ ടൈപ്പ് വാങ്ങി. ഇതൊരു പ്ലാസ്റ്റിക് മോഡൽ, വെള്ളം അധികം തട്ടാത്ത മോഡൽ. കുറച്ച് വെറൈറ്റി ആയിരിക്കട്ടെ എന്ന് വെച്ചിട്ട് വെറൈറ്റി വാങ്ങി. ഇവിടുത്തെ 7 ടെസ്റ്റിന് വേണ്ടി വന്നു. ഒരു ഗണിതം വരയാത്തത്, പിന്നെ ഒരു ഡ്രോയിങ് ബുക്ക്, പിന്നെ ഇതൊക്കെ ഇത് ഗണിതം, ഇത് ഡയറി എന്ന് പറഞ്ഞൊരു ബുക്ക്. ഇവരൊക്കെ ഡയറി എന്ത് എഴുതുമെന്ന് എനിക്കറിയില്ല. അത്രയല്ലേ ആയുള്ളൂ, 1ലേക്കല്ലേ. പക്ഷെ ഒരു ബുക്ക്, അതൊരു നല്ല ശീലമാണ്. എനിക്ക് ഇഷ്ടമാണ് ഡയറി. വല്ലപ്പോഴൊക്കെ എഴുതും, ഡെയിലി ഒന്നുമില്ല. പിന്നെ ഇതൊരു ബുക്ക്, ഇതൊക്കെ ക്ലാസ് വർക്കിനുള്ളതാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ബുക്ക് മലയാളം കോപ്പി കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് പോയപ്പോൾ വാങ്ങിയതാണ് മലയാളം കോപ്പി. ഇതിന് ഇടാനുള്ള പേപ്പർ മാറ്റി വെച്ചിട്ടുണ്ട്. മലയാളം കോപ്പി. പിന്നെ ഒന്ന് മലയാളം നോട്ട് ബുക്ക് വരഞ്ഞത്, പിന്നെ ഒന്ന് ഇംഗ്ലീഷ് നോട്ട് ബുക്ക് വരഞ്ഞത്, പിന്നൊന്ന് ഇംഗ്ലീഷ് കോപ്പി വരഞ്ഞത്, 4 ലൈൻ കോപ്പി. അങ്ങനെ ഇത്രയും ബുക്കുകളാണ്. ഇതൊക്കെ ഒരു ദിവസം എടുക്കേണ്ടി വരുന്ന കുട്ടിക്ക് ഭയങ്കര വെയിറ്റ് ആയിരിക്കും. അതുകൊണ്ട് 2 വെറൈറ്റി
പൊതികളാണ്. ഇപ്പോൾ ഓൺലൈനിൽ മറ്റേ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് വാങ്ങാനുണ്ട്. ഞാൻ ഒരിക്കൽ വിചാരിച്ചത് വാങ്ങാമെന്ന്, പിന്നെ തോന്നി മതി ഇത് തന്നെ മതിയെന്ന്. ഒരു ഭംഗിയല്ലേ കാണാൻ. അവരേതായാലും ഇതിൻ്റെ ചട്ട കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ കവർ ചെയ്യുന്നത്. പിന്നെ അതും കണ്ടിട്ട് പിന്നെ കാര്യമൊന്നുമില്ല. ഇവൻ എങ്ങനെയായാലും പറിച്ചിറക്കും. കുറച്ച് ദിവസം ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ടെൻ്റെ ബുക്കൊക്കെ നന്നായി പൊതിഞ്ഞു. മറ്റന്നാൾ സ്കൂൾ തുറക്കുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല, കാരണം അങ്ങനത്തെ മഴയാണ്. അപ്പോൾ തുറന്നാൽ പോകും, തുറന്നില്ലെങ്കിൽ അന്നും ഇവിടെ ഇരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാ എൻ്റെ ഫോട്ടോ എടുക്ക്. ബൈ. ഇതെൻ്റെ ഫോട്ടോ.